നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒരുപാട് പേര് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന മാതിരി ഒരു ക്യാരക്ടർ സ്റ്റഡി ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ്. അപ്പം അലഞ്ചേട്ടൻ്റെ അടുത്തൊക്കെ പോയപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ചുറ്റും ഞാനിപ്പോൾ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്, ആ മതിലിനകത്തേക്ക് ഞാൻ ഒരുപാട് പേരെ കയറ്റാറില്ല, അതുപോലൊരു സിറ്റുവേഷനാണ് ഈ സിനിമയ്ക്കകത്തുള്ളതെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. എനിക്കറിയില്ല സ്മാർട്ട്നെസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ കൂടെ നമ്മളിപ്പം ഈ പറയുന്ന പോലെയൊക്കെ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ആളത്ര സ്മാർട്ടല്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ ടേംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അത് ഒബ്വിയസ്ലി അത് ഒരുപാട് ട്രോമാസിനെ, അത് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസിനൊക്കെ ഒരു റീസണായിട്ട് വരാറുണ്ട്. പെൺകുട്ടി കല്യാണം കഴിച്ച് പോയാൽ അവർ കുടുംബത്തിൻ്റെ ഭാഗമല്ല, ബ്ലഡ് ലൈനാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അത് നമ്മുടെ ആ സെയിം കുടുംബമാണെന്നൊക്കെ പറയുന്നത് അതിൽ കാര്യമില്ല, ബയോളജിക്കലി രണ്ടും സെയിം ആണ്. ആ ഒരു സൊസൈറ്റിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആ വർക്ക് ഓഫ് ആർട്ടിലും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് അനിവാര്യമാണ്. ആൻഡ് ഈ ഒരു കാര്യം അതുമാതിരത്തെ ഡിസ്കഷൻസിന് വഴി തുറന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പീപ്പിൾ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് ഹേറ്റ്. ഹേറ്റ് ഓക്കെയാണ്, നിങ്ങൾ ബ്രദേഴ്സാണ്, നിങ്ങൾ ഹേറ്റ് നിങ്ങൾ വേണേൽ കത്തിയെടുത്ത് കുത്തിക്കോളൂ, അവിടെ അടി കൂടിക്കോളൂ, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ സ്നേഹം വന്നു അതിന് ഒരു രക്ഷയില്ല. ഹൗ ഡു യു ഡു ദിസ്? ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് സിനിമാ പ്രാന്തരിൽ നമ്മുടെ കൂടെ ഉള്ളത് ഡയറക്ടർ ശരൺ വേണുഗോപാലാണ്. വെൽക്കം ടു സിറ്റി ടോക്സ്. താങ്ക് യു. അപ്പോൾ നാരായണിയുടെ മൂന്നാൺമക്കൾ OTT റിലീസായി, ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ സംഭവിക്കുന്നത്? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ജേണി ഇപ്പോൾ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒരുപാട് പേര് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന മാതിരി ഒരു ക്യാരക്ടർ സ്റ്റഡി ചെയ്യുന്നുള്ള രീതിയിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജെനസിസ് ഞാൻ SRFTI സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഒരു 1 ലൈൻ പോലെ എഴുതിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു, ഈ കൊയിലാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ സ്പേസിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് സമയം എടുത്തു. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഡിപ്ലോമ ഫിലിമൊക്കെ കംപ്ലീറ്റ് ചെയ്തു. കഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു, എനിക്കൊരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഒരു ഓർഗാനിക്കായിട്ട് ഇവരുടെ ഇൻറ്ററാക്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് വന്ന ഒരു നെറേറ്റീവ് ഡ്രാമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. എന്തുകൊണ്ടാണ് കൊയിലാണ്ടി പോലൊരു സ്ഥലം സെലക്ട് ചെയ്തത്? കൊയിലാണ്ടി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് കാലം ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലം, ഒരുപാടൊന്നുമല്ല, 2-3 കൊല്ലം ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കൊയിലാണ്ടി. എനിക്ക് അവിടെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസും പരിചയമുള്ള ഒരുപാട് ആൾക്കാരും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് സ്പേസസും ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സ് സുരാജ്, ജോജു, അലൻസിയർ, എന്തുകൊണ്ടാണ് ഇവരെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്? അതിന് ആപ്റ്റാണെന്ന് തോന്നി. അതായത് ഇപ്പൊ അലൻസിയറുടെ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് നമ്മളങ്ങനെ കണ്ടേക്കാണ്, അതേപോലെ ഗൗരവമായിട്ടുള്ള ഒരു റൂഡായിട്ടുള്ള അലൻസിയറുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണോ പുള്ളീനെ അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? വേറെ ഓപ്ഷനിലും ഉണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സ്? റൂഡ്നെസ് അല്ലായിരുന്നു അതിൻ്റെ കാര്യം. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞു, എനിക്ക് ഈ വിശ്വനെ എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വൻ, വളരെ അടുത്തറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനിക്ക് എഴുതുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സ് എപ്പോഴും നമ്മളെപ്പോഴും ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എഴുതുന്നതാണ് എൻ്റെ ഒരു, എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഒരു ജോണറിൽ പെട്ടിട്ടുള്ള സിനിമകൾക്ക് ആ ഒരു റിലേറ്റബിലിറ്റി വേണം. അപ്പോൾ ആ ക്യാരക്ടറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആരാണോ അവരെ തന്നെ കാസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു റൈറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? വേറെ ഓപ്ഷൻസ് ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു ആക്ടറിന് ഇതിപ്പം എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവരൊക്കെ, ജോയി ചേട്ടനായാലും ബാക്കി എല്ലാവരും ആയാലും തന്നെ. ഒബ്വിയസ്ലി ഇപ്പോൾ ഇവർ നടന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആസ് എ ഫിലിം മേക്കർ നമുക്ക് പിന്നെ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കണമല്ലോ. ആദ്യത്തെ ഓപ്ഷൻസ് ഇവർ തന്നെയായിരുന്നു. കഥ കേട്ട ശേഷം ഇവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്തത് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു റിലേറ്റബിലിറ്റി ആയിരുന്നു എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പം അവരവരുടെ ക്യാരക്ടേഴ്സ്, ഇപ്പം സേതുവിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഭാസ്കറിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വൻ്റെ ക്യാരക്ടർ ആണെങ്കിലും, ഇപ്പം അലഞ്ചേട്ടൻ്റെ അടുത്തൊക്കെ പോയപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ചുറ്റും ഞാനിപ്പോൾ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്, ആ മതിലിനകത്തേക്ക് ഞാൻ ഒരുപാട് പേരെ കയറ്റാറില്ല, അതുപോലൊരു സിറ്റുവേഷനാണ് ഈ സിനിമയ്ക്കകത്തുള്ളതെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. അതുപോലെ ഇതിൽ ജോജു ചെയ്ത സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അത് 2 സഹോദരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു പാലം പോലെ വേണമെങ്കിൽ അത്രയും മാത്രം ചെയ്താൽ മതിയായിരുന്നു. പുള്ളി ഒരു വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മിതമായിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ പുള്ളിക്ക്
പുള്ളി ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വളരെ സ്മാർട്ട് അല്ലാത്ത കുട്ടികളുണ്ടാവും, പഠിപ്പിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഭയങ്കര സ്മാർട്ട് അല്ലാത്ത ആ കുട്ടികളെ ചിലപ്പോൾ നമ്മൾ പൊട്ട അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അതേപോലെയാണ് ഈ ഇപ്പോൾ ജോജുവിൻ്റെ ക്യാരക്ടറിനെ വിളിക്കുന്നത്. അത് ആ കുട്ടിക്ക് എത്രത്തോളം ട്രോമ ഉണ്ടാക്കുന്നുള്ളത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ? ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ അതൊരു സിംഗിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടും ഉപരി നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സേതുമാരെ നമുക്ക് കാണാം. അത് ഒന്നും രണ്ടും ഒന്നും അല്ല. എനിക്ക് വരുന്ന മെസ്സേജസ് എനിക്ക് അറിയാമായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ സേതു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു. ഇപ്പം കാവ്യ കോട്ട് ചെയ്ത മാതിരി തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം എനിക്കറിയില്ല സ്മാർട്ട്നെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടെ നമ്മളിപ്പം ഈ പറയുന്ന പോലെയൊക്കെ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ആളത്ര സ്മാർട്ട് അല്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ ടേംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അത് ഒബ്വിയസ്ലി അത് ഒരുപാട് ട്രോമാസിനെ, അത് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസിനെയൊക്കെ ഒരു റീസണായിട്ട് വരാറുണ്ട്. അത് തന്നെയായിരുന്നു ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇതും. അങ്ങനെയുള്ള ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ അതുപോലെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അവരെ കൂടുതൽ നമ്മൾ കൂടുതൽ അവരെ അറിയണം എന്നുള്ളൊരു റീസൺ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കണം, എന്താണ് അവരെന്നുള്ള ആ ഒരു മോട്ടീവ് കൂടെ ഉണ്ടായിരുന്നു. അത് പുള്ളി ഒരു സീനിൽ പൊട്ടിത്തെറിക്കുമ്പോഴാണ് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വിളി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഈ നാരായണിയുടെ 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ നാരായണിക്ക് അതിലൊരു പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അപ്പം നാരായണിയും അവരുടെ ഹസ്ബൻഡും ആ കുട്ടികളെ വളർത്തിയത്, ആ ഒരു പാരന്റിങ് രീതി, ഈ നാരായണിക്കും ഹസ്ബൻഡിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് പറയുന്നുണ്ട്, വൺ ലൈനായിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്കൊരു കുറേ ക്ലൂസ് കിട്ടുന്നുണ്ട് എങ്ങനെയായിരുന്നു. ഇപ്പം ഒബ്വിയസ്ലി ഇപ്പം കാവ്യ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം, അവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു പാരന്റിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഈ 3 പേരെ വളർത്തിയതിൽ ഭീകരമായിട്ടുള്ളൊരു പാരന്റിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീടുള്ളത് ഒരുപാട് ഒരു ജനറേഷണൽ ട്രോമ നമുക്ക് അവിടെ കാണാം. ഇപ്പം ഈവൻ വിശ്വൻ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എന്താ പറയുക റിയാക്ട് ചെയ്യുന്നതിനുള്ള, അപ്പം ആ സ്ഥലം ചോദിച്ചു വരുന്ന ഒരാളുടെ അടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് ഒരു ജസ്റ്റിഫിക്കേഷൻ പോലെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു കാസ്റ്റിൻ്റെയും മേ ബി അവർ അനുഭവിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷൻ്റെയും ആൻഡ് വൈ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദെം ടു ഹാവ് ഇങ്ങനെ ഒരു എന്താ പറയുക ഇത്രയൊരു വലിയ വീടും ഒരു കാറും സ്കൂട്ടറും കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നില സൊസൈറ്റിയിൽ വേണം എന്നുള്ളൊരു നീഡൊക്കെ വന്നത് എവിടെ നിന്നാണെന്നുള്ളൊരു ഒരു ക്ലിയർ ഐഡിയ നമുക്കുണ്ട്. പിന്നെ ഈ അമ്മയെ പറ്റി ഇവർ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ, ഇപ്പം നമ്മൾ നോർമലി മെയിൻ സ്ട്രീം സിനിമകളിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന മാതിരി ഒരു നൊസ്റ്റാൾജിക് മെമ്മറി, ഒരു ചൈൽഡ്ഹുഡ് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ട്രോമാസ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു അണ്ടർലൈങ് ആയിട്ടുള്ളൊരു തീം ഉണ്ട് അവിടെ. ഇപ്പം നാരായണീൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അനിയത്തിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതുമായിട്ട് സിമിലർ ആയിട്ടാണ് സുരാജ് ഒരു സീനിൽ അത് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു അത്. നമ്മളിപ്പം അവരൊരു വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണെങ്കിലും അവരുടെ ബാക്ക് സ്റ്റോറി അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് സുരാജ് പറയുന്നത് അതായത് ഭാസ്കർ പറയുന്നത് ഭാസ്കറിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഭാസ്കർ വൺസ് എന്താ പറയുക ഫേവറേറ്റ് ചൈൽഡ് ആയിരുന്നു. പക്ഷേ സർട്ടൻ ചോയ്സസ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ് ഇൻ ഹിസ് ലൈഫ് അത് നേരെ തിരിച്ച് ഉൾട്ടയാക്കി അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇയാളുടെ അടുത്തുള്ള അവരുടെ എന്താ പറയുക ആ ഒരു സ്നേഹമൊക്കെ എഫക്റ്റായി കാണും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഭാസ്കർ എങ്ങനെയാണോ ജീവിതത്തിനെ കാണുന്നത് ആ രീതിയിലാണ് അയാൾ ബാക്കിയുള്ളവരെ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പം അത് ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് ഭാസ്കറിന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. ഭാസ്കറിനെ കുറിച്ച് അവരുടെ മകൻ നിഖിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അച്ഛൻ ഫോർവേഡ് തിങ്കർ ആണെന്നാണ് പൊതുവെ കാണിക്കുന്നതെങ്കിലും പക്ഷെ ഉള്ളിൽ അത്രയും ഫോർവേഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം ഗാർഗി ചെയ്ത ക്യാരക്ടർ പറയുന്നുണ്ട് അലൻസിയറിന്റെ ക്യാരക്ടർ പുറത്ത് ഭയങ്കര ഷാഢ്യം, ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ ആണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവാണ്. പക്ഷെ നമ്മൾ സിനിമ മൊത്തം എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പം ഭാസ്കർ ഇപ്പം അവരുടെ വൈഫിനോട് സംസാരിക്കുന്ന രീതി, അവരെ ട്രീറ്റ് ചെയ്യുന്നത്, പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം അതിൽ മോനോടുത്ത് കാണിക്കുന്നത്, ആ ഒരു രീതിയൊക്കെ കാണുമ്പം
അത്രയും ഫോർവേഡ് അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അലൻസിയർ ആണെങ്കിൽ അത്രയും പാവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനൊരു ഡയലോഗ് അവർക്കിടയിൽ ഉണ്ടായത്? അഗെയിൻ അത് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവാണ് ആ ഡയലോഗ്സ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ സിനിമ മുഴുവനായിട്ട് എടുക്കുവാണെങ്കിലും കൂടുതലും നമുക്കൊരു യങ്ങർ ജനറേഷൻ്റെ, അതായത് നിഖിലിൻ്റെ ആതിരയുടെയും പെർസ്പെക്റ്റീവ് നിന്നാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ഒരു പരിധി വരെ. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇപ്പം നിഖിലും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. അതായത് ഭാസ്കർ അത് ഹൈഡ് ചെയ്യണം, അതായത് അയാളുടെ അകത്തുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ഐഡിയാസ് അത് ഹൈഡ് ചെയ്യാൻ, കൺവെൻഷനൽ ആയിട്ടുള്ള ഐഡിയാസ് എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ലെറ്റ്സ് എ നോൺ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസ് അത് ഹൈഡ് ചെയ്യാനുള്ള അയാൾക്ക് അറിയാം. കാരണം അത് ഒബ്വിയസ് ആണ്. അയാൾ ഇത്രയും കാലം പുറത്തൊക്കെ ആ ഒരു എക്സ്പോഷറൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു രീതിയിലാണ് നിഖിൽ സംസാരിക്കുന്നത്. പുള്ളി പഠിച്ചത് ഡൽഹിയാണ്. അതെ. അപ്പോൾ ശരിക്കും സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് ഫോർവേഡ് തിങ്കർ ആണെന്ന് പുറമേ നടിക്കുമെങ്കിലും ഉള്ളിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഉറപ്പായിട്ടും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാരെ അറിയാമെന്നും എനിക്ക് തോന്നുന്നു. പലപ്പോഴും അത് പുറത്ത് വരും, ചിലപ്പോൾ പുറത്ത് വരാറില്ല. പക്ഷെ അത് അങ്ങനെ ഉള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടൊന്നും പറഞ്ഞതല്ല, ഇവരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ വിശ്വനായാലും വിശ്വൻ്റെ ക്യാരക്ടറിലും ഒരു 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 ഡ്യുവാലിറ്റി ഉണ്ട്. എല്ലാവരുടെയിലും ഈ ഡ്യുവാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ വിശ്വൻ്റെയിൽ വരുമ്പം ഇപ്പം നമുക്ക് അയാൾക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുമ്പം അവിടെ അയാളൊരു വീക്കർ പൊസിഷനിലാണുള്ളത്, അയാളുടെ സുപ്പീരിയർ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ അയാൾക്ക് ആ ഒരു അയാളുടെ ഒരു വീക്കർ സൈഡ്, ഒരു വൾണറബിലിറ്റി ഒരു രീതിയിലും ഈ ബാക്കി ഫാമിലി കാണരുത് എന്നുള്ള ഒരു ഇതുണ്ട്. അത് നമ്മുടെ ആ ഒരു നമ്മുടെ ഫാമിലീസിലുള്ള ഗോഡ് ഫാദർ ഫിഗേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ്. അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെയാണ്, അവരുടെ വീക്കർ സൈഡ് ഇവരാരും കാണരുത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ആ ഒരു പേട്രിയാർക്കിയുടെയും അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിനിറ്റിയുടെ ഐഡിയാസിൻ്റെ ഒക്കെ വരുന്ന കാര്യമാണ്. അത് ഒരുപാട് ഇയാളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഹീസ് ഫോഴ്സ്ഡ് ടു ഹൈഡ് ദാറ്റ് വൾണറബിൾ പാർട്ട് ഓഫ് അയാളുടെ ആ ഒരു വൾണറബിൾ പാർട്ട് എന്നുള്ള ഒരു കാര്യം. അതെ. അപ്പം അയാൾ ചുറ്റും നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ലീവ് 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത് കസിൻസിന്റെ ലവ് ആണ്. അത് ലവ് എന്ന് എന്താണെന്ന് പറയാൻ അറിയില്ല. അപ്പം അച്ഛൻ്റെ, അതായത് ചേട്ടൻ അനുജന്മാരുടെ മക്കള് തമ്മിലുണ്ടാകുന്ന ആ ഒരു അടുപ്പം, അതെന്തുകൊണ്ടാണ് അത് എല്ലാവർക്കും ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സഹോദരിയുടെ മകൻ അല്ലെ മകളാകുമ്പം കുഴപ്പമില്ല, പക്ഷെ അതൊരു സഹോദരന്റെ മകളാണെങ്കിൽ കുഴപ്പമുണ്ട് എന്നുള്ള രീതിക്ക് ആണ് ചർച്ച വരുന്നത്. അപ്പം ആ ഒരു ബ്ലഡ് റിലേഷനിൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. കാരണം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആ സിനിമയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വരുന്ന ഡിസ്കഷൻസ്, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സഹോദരിയുടെ കുട്ടിയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കുട്ടിയാണെങ്കിൽ തെറ്റാണ്, അങ്ങനെയാണെങ്കിൽ രണ്ടും തെറ്റാണ് അല്ലെങ്കിൽ രണ്ടും ശരിയാണ്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെ പറ്റി എന്താ അങ്ങനെ ശരി? അത് തന്നെയാണ് അതിൻ്റെ ഇപ്പൊ കാവ്യ തന്നെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഒരുപാടൊന്നും ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ വേറെ എൻ്റെ അടുത്ത പ്രൊജക്റ്റിൻ്റെ തിരക്കിലാണ് സത്യം പറഞ്ഞാൽ. എന്നിരുന്നാലും ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പം ഞാൻ മീറ്റിംഗ്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇതാണ് ഇപ്പം നടക്കുന്ന ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. എനിക്ക് തോന്നിയത് അതിനുള്ള മറുപടികൾ അവിടെ തന്നെ ആൾക്കാർ ഇപ്പം ഈ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ അവിടെ പറയുന്നുണ്ട്. അതിന് ഒരു 3-4 തലങ്ങളുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ. ഇപ്പം ഇതൊരു ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ഒന്നാമത്തെന്ന് വെച്ചാൽ ഈ കഥാപരമായിട്ടുള്ള അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നത്, അത് അവർക്ക് കൃത്യമായിട്ടുള്ള ബാക്ക് സ്റ്റോറി, അവരെന്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്, അവരെന്ത് സ്റ്റേജിലാണ് അവരുടെ ലൈഫ്, അങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ കഥയിലുണ്ട്. പിന്നെ സെക്കൻഡ് ഇപ്പം ഈ പറഞ്ഞ ഒരു ബയോളജിക്കൽ ഇഷ്യൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളും തമ്മിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളത്, അതും എഗെയിൻ അത് ഈ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ആ ഉത്തരവുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന എനിക്ക് തോന്നുന്നു ആ ഒരു പേട്രിയാർക്കിയും കാര്യങ്ങളും അങ്ങനെ വന്നാൽ, ഇപ്പം പെൺകുട്ടി കല്യാണം കഴിച്ച് പോയാൽ അവർ കുടുംബത്തിൻ്റെ ഭാഗമല്ല, ആ ബ്ലഡ് ലൈനാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അത് നമ്മുടെ ആ സെയിം കുടുംബമാണെന്നൊക്കെ പറയുന്നത് അതിൽ കാര്യമില്ല, ബയോളജിക്കലി 2 സെയിം ആണ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അത് കോമൺ സെൻസ് ആണ്. അത് കുറച്ചൊരു വായിക്കുവാണെങ്കിൽ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം എനിക്കാർക്കും അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. 3-ാമത്തെ കാര്യം ഇതൊന്നും അല്ല. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം ഇപ്പം ഇങ്ങനൊരു
നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സമൂഹത്തിനുള്ള ഒരു കണ്ണാടിയായിട്ട് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു സൊസൈറ്റിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആ വർക്ക് ഓഫ് ആർട്ടിലും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് അനിവാര്യമാണ്. ആൻഡ് ഈ ഒരു കാര്യം അതുമാതിരത്തെ ഡിസ്കഷൻസിന് വഴി തുറന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൂന്നാമത്തെ കാര്യം ഇതൊന്നുമല്ല, അവിടെ നമ്മുടെ ഒരു പ്ലെയിൻ സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഐറണി ഉണ്ട്. അതായത് ഈ 2 പേര് നേരിട്ട് കണ്ടാൽ ഞാനിപ്പോൾ കത്തിയെടുത്ത് കുത്തുന്നു പറഞ്ഞ് നിൽക്കുന്ന മാതിരത്തെ ഒരു ഹേറ്റഡ് അവരുടെ ഇടയിലുണ്ട്. അവരുടെ മക്കളാണ് ഈ അവരുടെ ഇടയിൽ ഒരു സോ കോൾഡ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അവിടെ ഒരു ഐറണി ഉണ്ട്. അപ്പോൾ പീപ്പിൾ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദാറ്റ് ഹെയ്റ്റ് ഓക്കെയാണ്. നിങ്ങൾ ഭരദാസാണ്, നിങ്ങൾ ഹെയ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ കത്തിയെടുത്ത് കുത്തിക്കോളൂ, അവിടെ അടി കൂടിക്കോളൂ, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ സ്നേഹം വന്നു ഇതിന് ഒരു രക്ഷയില്ല. ഹൗ ഡു യു ഡു ദിസ്, എങ്ങനെ ചെയ്യാൻ തോന്നിയതെന്നൊക്കെ അത് ഓക്കെ.